നമസ്കാരം, ഏവർക്കും പുതിയൊരു തൊടുകുറി അധ്യായത്തിലേക്ക് സ്വാഗതം. ഈ അധ്യായവുമായി ബന്ധപ്പെട്ട ചില കാര്യങ്ങൾ നിങ്ങളിലേക്ക് ലഭിക്കുകയാണ്. ഈ സമയം മനസ്സിൽ സൂക്ഷിച്ചിരിക്കുന്നതായ ആഗ്രഹങ്ങളുമായി ബന്ധപ്പെട്ട് ആ ആഗ്രഹങ്ങൾ ജീവിതത്തിൽ നടക്കുമോ ഇല്ലയോ, ഇത്തരം കാര്യങ്ങളുമായി ബന്ധപ്പെട്ടും ഈ അധ്യായത്തിലൂടെ ചില കാര്യങ്ങൾ മനസ്സിലാക്കാം. പ്രധാനമായും ചില സത്യങ്ങൾ നിങ്ങളുടെ ജീവിതത്തിൽ മനസ്സിലാക്കേണ്ട ഒരു സമയം കൂടിയാണ്. അതേക്കുറിച്ച് കൂടിയാണ് ഈ അധ്യായത്തിലൂടെ പരാമർശിക്കാനായി പോകുന്നത്. ഇവിടെ തന്നിരിക്കുന്നത് വളരെ വിശേഷപ്പെട്ടതായ രണ്ട് ചിത്രങ്ങളാണ്. അതിൽ ആദ്യത്തേത് സാക്ഷാൽ മുരുകസ്വാമിയുടെ വേലാണ് എങ്കിൽ രണ്ടാമത്തേതായ ചിത്രം സാക്ഷാൽ പരമശിവന്റെ തൃശൂലമാണ്. ഈ രണ്ട് വിശേഷപ്പെട്ടതായ ചിത്രങ്ങളിൽ ഒരു ചിത്രം നിങ്ങൾ തിരഞ്ഞെടുക്കേണ്ടതായിട്ടുണ്ട്. ഈ സമയം നിങ്ങൾ വിശ്വസിക്കുന്നതായ ശക്തിയെ ഒരു നിമിഷം മനസ്സിൽ പ്രാർത്ഥിച്ചുകൊണ്ട് ധ്യാനിച്ചുകൊണ്ട് നിങ്ങൾ തീർച്ചയായും നിങ്ങളുടെ മനസ്സിലുള്ള ആ ദുഃഖങ്ങൾ ഒഴിവാകണം എന്നും, അല്ലെങ്കിൽ അനുഭവിച്ചു പോരുന്ന പ്രയാസങ്ങൾ എന്താണോ അതിന് ഒരു അറുതി സംഭവിക്കണം എന്ന് പ്രാർത്ഥിക്കുകയും, അതേപോലെ തന്നെ ജീവിതത്തിൽ ഉണ്ടായിക്കൊണ്ടിരിക്കുന്ന വിഷമതകളിൽ നിന്നും പുറത്തു കടക്കണം എന്ന പ്രാർത്ഥനയോടെ ആഗ്രഹ സാഫല്യം സംഭവിക്കണം എന്ന് ഒരു നിമിഷം കണ്ണുകളടച്ച് നിങ്ങൾ പ്രാർത്ഥിക്കൂ. ശേഷം കണ്ണുകൾ തുറന്ന് ആദ്യം കാണുന്നതായ ചിത്രമോ നിങ്ങളുടെ മനസ്സിനെ വല്ലാതെ സ്വാധീനിച്ചിട്ടുള്ളതായ ഒരു വേലോ അല്ലെങ്കിൽ തൃശൂലമാണ് എങ്കിലും നിങ്ങൾക്ക് തിരഞ്ഞെടുക്കാവുന്നതാണ്. അപ്പോൾ ഏവരും ഒരു ചിത്രം തിരഞ്ഞെടുത്തു എന്നാണ് കരുതുന്നത്. ഇനി ഫലങ്ങളെ കുറിച്ച് പരാമർശിക്കാം. അതിനു മുന്നോടിയായി ഏവരും നിങ്ങൾ വിശ്വസിക്കുന്ന ആ ശക്തിയുടെ നാമം കമന്റായി രേഖപ്പെടുത്തി വന്ദിക്കൂ. ആദ്യത്തെ ചിത്രമായ ഭഗവാന്റെ സാക്ഷാൽ മുരുകന്റെ വേലാണ് തിരഞ്ഞെടുത്തത് എങ്കിൽ ഫലങ്ങൾ ഇപ്രകാരമാണ്. ഓം ഭജദ്ഭുവേ നമഃ എന്ന് കമന്റായി രേഖപ്പെടുത്തി വന്ദിക്കൂ. അപ്പോൾ ആദ്യത്തെ ചിത്രമായ മുരുകന്റെ വേൽ തിരഞ്ഞെടുത്തവരുമായി ബന്ധപ്പെട്ട ഫലങ്ങൾ ഇപ്രകാരമാണ്. നിങ്ങളുടെ പൊതു സ്വഭാവം എന്ന് പറയുന്നത് ആര് തന്നെ സഹായം അഭ്യർത്ഥിച്ചാലും അല്ലെങ്കിൽ ആർക്കാണ് എങ്കിലും നിങ്ങൾ സഹായം നൽകുകയോ ഒപ്പം ചേർത്ത് നിർത്തുകയോ ചെയ്യുന്ന വ്യക്തികളായി തന്നെ പരാമർശിക്കാം. നിങ്ങളുടെ ജീവിതവുമായി ബന്ധപ്പെട്ട് നോക്കുമ്പോൾ കപടത ഇല്ലാത്ത, ചതിയില്ലാത്തതായ വ്യക്തികളായി തന്നെ നിങ്ങളെ പരാമർശിക്കുവാൻ സാധിക്കുന്നു എന്നുള്ളതാണ്. നിങ്ങളെ മനസ്സുമായി ബന്ധപ്പെട്ട് നോക്കുമ്പോൾ വളരെയധികം ഭയം പല കാര്യങ്ങളിലുമുണ്ട് എങ്കിൽ പോലും നിങ്ങൾ ബലവാനായി തന്നെ നിൽക്കുന്നതായ ഒരു സാഹചര്യം ജീവിതത്തിൽ ഉണ്ട് എന്നത് വാസ്തവം തന്നെയാണ്. അത്തരത്തിൽ ഒരു ബലത്തോടെ മുന്നോട്ട് പോകുന്ന, മാനസികപരമായി വളരെയധികം ബലം മനസ്സിൽ സൂക്ഷിക്കുന്ന ഒരു വ്യക്തികളായി തന്നെ നിങ്ങളെ പരാമർശിക്കാം. പല കാര്യങ്ങളും നിങ്ങളുടെ ജീവിതവുമായി ബന്ധപ്പെട്ട് നോക്കുമ്പോൾ നിങ്ങൾ മറച്ചു വയ്ക്കുന്ന ഒരു സാഹചര്യം ജീവിതത്തിലുണ്ട് എന്നത് വാസ്തവം തന്നെയാണ്. പല കാര്യങ്ങൾക്ക് വേണ്ടിയും നിലകൊള്ളുവാൻ നിങ്ങൾക്ക് സാധിക്കും എന്നുള്ളതാണ്. നിങ്ങൾ ആഗ്രഹിക്കുന്ന കാര്യങ്ങൾക്ക് വേണ്ടി തീർച്ചയായും അത്തരം ചില കാര്യങ്ങൾ ഉണ്ടാകും എന്നുള്ളതാണ് വാസ്തവം. ആദർശവും അതേപോലെ തന്നെ അഭിമാനവും വിട്ടുകളയാതെ മുന്നോട്ട് പോകുന്ന വ്യക്തികളായി തന്നെ നിങ്ങളെ പരാമർശിക്കുവാൻ സാധിക്കും എന്നുള്ളതാണ്. ഏതൊരു വ്യക്തിക്കും നിങ്ങളിലേക്ക് പെട്ടെന്ന് അടുക്കുവാൻ സാധിക്കും, ഒരു സഹായം അഭ്യർത്ഥിക്കുവാൻ സാധിക്കും. അത് തീർച്ചയായും നിങ്ങളെ കൊണ്ട് സാധിക്കുന്ന സഹായമാണ് എങ്കിൽ തീർച്ചയായും അത് ചെയ്ത് നൽകുന്നവർ കൂടിയാണ് നിങ്ങൾ. ആരോടും യാതൊരുവിധ വ്യത്യാസവും കൂടാതെ പെരുമാറുന്ന വ്യക്തികൾ കൂടിയാണ് നിങ്ങൾ എന്നുള്ളതാണ് വാസ്തവം. ഏവരോടും ഒരേപോലെ ഇടപഴകുവാൻ സാധിക്കുന്നു എന്നതും നിങ്ങളുടെ പ്രത്യേകത തന്നെയാണ്.
ജീവിതത്തിൽ വളരെയധികം അനുഗ്രഹങ്ങൾ നിങ്ങളിലേക്ക് കടന്നു വരുന്ന ഒരു സാഹചര്യം ജീവിതത്തിൽ ഉണ്ട് എന്നതും വാസ്തവമാണ്. ഈ സമയം നിങ്ങൾ വളരെ അധികം സഹായങ്ങൾ നിങ്ങൾക്ക് പല വ്യക്തികളുമായി ബന്ധപ്പെട്ട് നൽകുവാൻ സാധിച്ചിട്ടുള്ളവരാണ്. പല വ്യക്തികൾക്കായും നിങ്ങൾ സഹായങ്ങൾ ചെയ്തിട്ടുള്ളവരാണ് എന്ന് പറയാം. സംരക്ഷണം പലർക്കും നൽകി മുന്നോട്ട് പോകുന്ന സാഹചര്യം ജീവിതത്തിലുണ്ട് എന്നുള്ളതാണ്. നിങ്ങളുടെ ജീവിതവുമായി ബന്ധപ്പെട്ട് നോക്കുമ്പോൾ ജീവിതത്തിലേക്ക് ചില നന്മകൾ കടന്നു വരുന്ന ഒരു സാഹചര്യം രൂപപ്പെടുന്നു എന്നത് വാസ്തവമാണ്. എന്നാൽ നിങ്ങൾ ജീവിതത്തിൽ ചില കാര്യങ്ങൾ പ്രവർത്തിക്കുന്നത് നിങ്ങൾക്ക് എതിരായി ഭവിക്കുന്ന ഒരു സാഹചര്യമുണ്ട് എന്നുള്ളതാണ്. സ്വാർത്ഥരായ ചില വ്യക്തികൾ നിങ്ങൾക്കൊപ്പം നിൽക്കുന്നതായ സാഹചര്യമുണ്ട് എന്ന് കാണുന്നു. നിങ്ങളുടെ ജീവിതത്തിൽ നിങ്ങൾക്ക് ലഭിക്കാവുന്ന നല്ല കാര്യങ്ങൾ തട്ടിയെടുക്കുന്ന പല വ്യക്തികളെയും ഇവിടെ കാണുവാൻ സാധിച്ചിട്ടുള്ളതാണ്. അത്തരം വ്യക്തികളുണ്ട് എന്നത് വാസ്തവം തന്നെയാണ്. അവർക്ക് പല കാര്യങ്ങളും അംഗീകരിക്കുവാൻ സാധിക്കാത്ത ഒരു സാഹചര്യമുണ്ട് എന്നതും വാസ്തവമാണ്. പല കാര്യങ്ങളിലും നിങ്ങളെ തകർക്കുവാനോ അല്ലെങ്കിൽ അത്തരത്തിൽ നിങ്ങൾ മുന്നേറണ്ട എന്ന ചിന്ത അവർക്കുണ്ട് എന്നത് വാസ്തവമാണ്. എന്നാൽ ഈ സമയം അതിൽ നിന്നും ഒരു മാറ്റം നിങ്ങൾക്ക് സംഭവിക്കുകയാണ്. ആര് തന്നെ തകർക്കാൻ ശ്രമിച്ചാലും നിങ്ങൾക്ക് ഒരിക്കലും അത്തരം വ്യക്തികളിൽ നിന്നും അത്തരം പ്രശ്നങ്ങൾ നേരിടേണ്ടതായി വരില്ല. കാരണം അതെല്ലാം തരണം ചെയ്ത് മുന്നോട്ട് പോകുവാൻ നിങ്ങൾക്ക് സാധിക്കും. ശക്തമായ ശത്രുദോഷം നിങ്ങളിൽ നിലനിൽക്കുന്നു എന്നത് വാസ്തവം തന്നെയാണ്. ഈ സമയം നോക്കുകയാണ് എങ്കിൽ മനസ്സിനെ തകർത്തു കളയുന്ന പല കാര്യങ്ങളും സംഭവിക്കുന്നു എന്നത് വാസ്തവമാണ്. ഈ സമയം ശത്രുദോഷം അത്രമേൽ നിങ്ങളുടെ ജീവിതത്തിൽ ഉണ്ട് എന്നത് വാസ്തവം തന്നെയാണ്. അത്തരം തളർത്തുന്നതായ ഒരു സാഹചര്യത്തിലൂടെയാണ് നിങ്ങൾ മുന്നോട്ട് പോകുന്നത്. ഈ സമയം നിങ്ങളുടെ ജീവിതവുമായി ബന്ധപ്പെട്ട് നോക്കുമ്പോൾ മനസ്സമാധാനം, സന്തോഷം, അത്തരം കാര്യങ്ങൾ നിങ്ങളുടെ ജീവിതത്തിൽ പലപ്പോഴും അനുഭവിക്കുന്നില്ല എന്നതാണ് വാസ്തവം. അത്തരം കാര്യങ്ങൾ ജീവിതത്തിൽ അനുഭവഭേദ്യമാകാത്ത സാഹചര്യത്തിലൂടെ മുന്നോട്ട് പോകുന്നു എന്നത് വാസ്തവം തന്നെയാണ്. ഈ സമയം നിങ്ങളുടെ മനസ്സുമായി ബന്ധപ്പെട്ട് നോക്കുമ്പോൾ വളരെയധികം വേദന നിങ്ങളുടെ ജീവിതത്തിലുണ്ട്. പല കാര്യങ്ങളിലും ഭാരം നിങ്ങൾ അനുഭവിക്കുന്നതായ സാഹചര്യം ജീവിതത്തിലുണ്ട്, ഉടലെടുക്കുന്നു എന്നുള്ളതാണ് വാസ്തവം. നിങ്ങളെ കൊണ്ട് സാധിക്കും വിധം മറ്റുള്ളവരെ സഹായിക്കുന്ന, മറ്റുള്ളവർക്ക് നന്മ വന്ന് ചേരണം എന്ന് ആഗ്രഹിക്കുന്ന വ്യക്തികൾ തന്നെയാണ്. എന്നാൽ പലപ്പോഴും നിങ്ങളുടെ ജീവിതവുമായി ബന്ധപ്പെട്ട് നോക്കുമ്പോൾ പല കാര്യങ്ങളിലും നിങ്ങൾ റിസ്ക് എടുത്ത് മുന്നോട്ട് പോവുകയും അതിൽ ചില അബദ്ധങ്ങൾ പിണയുകയോ ചെയ്യുന്ന സാഹചര്യമുണ്ട്. എന്നാൽ പലപ്പോഴും നിങ്ങൾ അറിയാതെ ചെയ്തു പോകുന്ന അല്ലെങ്കിൽ മറ്റുള്ളവർ വളരെയധികം നിങ്ങളെ തെറ്റിദ്ധരിപ്പിക്കുന്നതായ സാഹചര്യങ്ങളുണ്ട് എങ്കിൽ അത്തരം കാര്യങ്ങളിൽ തീർച്ചയായും നിങ്ങൾക്ക് തന്നെ അവസാനം പഴി കേൾക്കേണ്ടതായ സാഹചര്യം ഉണ്ട് എന്നുള്ളതാണ് വാസ്തവം. നിങ്ങൾ മനസ്സുകൊണ്ട് ചിന്തിക്കാത്തതായ പല കാര്യങ്ങൾക്ക് പോലും ഇത്തരത്തിൽ ഭയം അല്ലെങ്കിൽ പഴി കേൾക്കേണ്ടതായ സാഹചര്യം പലർ മൂലവും ഉണ്ടാകുന്നു എന്നുള്ളതാണ്. ഈ സമയം നിങ്ങളുടെ ജീവിതവുമായി ബന്ധപ്പെട്ട് നോക്കുമ്പോൾ നിങ്ങളെ അലട്ടുന്നതായ പല പ്രശ്നങ്ങളും ജീവിതത്തിൽ ഉടലെടുത്തിരിക്കുന്നു എന്നത് വാസ്തവമാണ്. മറ്റുള്ളവർക്ക് മുമ്പിൽ നിങ്ങളുടെ പ്രയാസങ്ങൾ, ദുഃഖങ്ങൾ എല്ലാം പറയുന്നതായ സാഹചര്യത്തിൽ പലരും നിങ്ങൾക്ക് വേണ്ട സഹായം നൽകാത്തതായ ഒരു സാഹചര്യം ജീവിതത്തിലുണ്ട് എന്നതും വാസ്തവം തന്നെയാണ്. നിങ്ങൾ മനസ്സിലാക്കേണ്ടതായ കാര്യം വളരെയധികം പ്രയാസങ്ങൾ അനുഭവിച്ചു വരുന്നു എന്നുള്ളതാണ്. ഉയർച്ചയില്ലാത്തതായ സാഹചര്യങ്ങളുണ്ട്, എന്നാൽ പ്രതീക്ഷകൾ വളരെ കൂടുതലാണ് നിങ്ങൾക്ക് എന്നുള്ളതാണ് വാസ്തവം. എന്നാൽ നിങ്ങളുടെ ജീവിതത്തിൽ ചില ആഗ്രഹങ്ങൾ നടക്കും എന്നത് വാസ്തവം തന്നെയാണ്. ബുദ്ധിമുട്ടിൽ നിന്നും ചില കാര്യങ്ങൾ അനുകൂലമാകുന്ന സാഹചര്യത്തിലേക്ക് നിങ്ങൾ പ്രവേശിക്കാം എന്നുള്ളതാണ്. ഈശ്വരാനുഗ്രഹത്താൽ പല കാര്യങ്ങളും പ്രവർത്തിക്കാൻ സാധിക്കും. ജീവിതത്തിലെ പ്രയാസങ്ങളും ബുദ്ധിമുട്ടുകളും അതിനെ നിങ്ങൾക്ക് തീർച്ചയായും മറ്റൊരു വിധത്തിൽ തരണം ചെയ്യുവാൻ സാധിക്കുന്ന സാഹചര്യത്തിലേക്ക് പ്രവേശിക്കാം. ഈ സമയം തീർച്ചയായും നിങ്ങളുടെ ജീവിതത്തിൽ
ലക്ഷ്യത്തിലേക്ക് നിങ്ങൾ പ്രവേശിക്കുന്നതായ ഒരു സാഹചര്യമുണ്ട് എന്നുള്ളതാണ് വാസ്തവം. ഭാഗ്യം നിങ്ങൾക്ക് ഉണ്ടാകുന്നതാണ്. വരുന്ന 60 ദിവസങ്ങൾക്കുള്ളിൽ തന്നെ ധനഭാഗ്യം പോലുള്ള കാര്യങ്ങൾ നിങ്ങളുടെ ജീവിതത്തിൽ കൂടുതലായും സംഭവിക്കാനുള്ള സാധ്യതകൾ കൂടുതൽ തന്നെയാണ്. അപ്രതീക്ഷിതമായ പല കാര്യങ്ങളും സംഭവിക്കാം. അനുഗ്രഹങ്ങൾ ഒരുപാട് വന്നു ചേരാവുന്ന സമയമാണ്. പുരോഗതി പ്രതീക്ഷിക്കാം. തീർച്ചയായും അപ്പോൾ ഇത്തരം കാര്യങ്ങൾ ജീവിതത്തിലേക്ക് സംഭവിക്കാവുന്ന സമയമാണ്. ശ്രദ്ധയോടെ തന്നെ മുന്നോട്ട് നീങ്ങൂ. രണ്ടാമത്തെ ചിത്രമാണ് തിരഞ്ഞെടുത്തത് എങ്കിൽ അതുമായി ബന്ധപ്പെട്ട ഫലങ്ങളെക്കുറിച്ച് മനസ്സിലാക്കാം. ജീവിതത്തിൽ ഒരുപാട് പ്രതീക്ഷകൾ നിങ്ങൾക്കുണ്ട്. ഒരുപാട് പ്രതീക്ഷകളോടെ മുന്നോട്ട് പോകുന്നവരാണ് എന്ന് പറയാം. പല കാര്യങ്ങളിലും പ്രതീക്ഷ നഷ്ടപ്പെട്ടാൽ പോലും വീണ്ടും ആ പ്രതീക്ഷകളെ ഉണർത്തുവാൻ നിങ്ങൾക്ക് സാധിക്കുന്നു എന്നുള്ളതാണ്. അതിമനോഹരമായി വളരെ സന്തോഷത്തോടെ ജീവിക്കണം എന്ന് ആഗ്രഹിക്കുന്നവരാണ്. എന്നിരുന്നാലും നിങ്ങളുടെ കടബാധ്യതകൾ നിങ്ങളെ വളരെയധികം ബാധിക്കുന്ന ഒരു സാഹചര്യമുണ്ട്. നിങ്ങളെ മനസ്സുമായി ബന്ധപ്പെട്ട് നോക്കുമ്പോൾ പല കാര്യങ്ങളും വളരെയധികം വിഷമിപ്പിക്കുന്നതായ സാഹചര്യമുണ്ട് എന്നുള്ളതാണ്. പ്രധാനമായും പല കാര്യങ്ങളും നിങ്ങൾക്ക് മനസ്സിലാക്കുവാൻ സാധിക്കുന്നില്ല. കുടുംബ ജീവിതവുമായി ബന്ധപ്പെട്ട് നോക്കുമ്പോഴും പല വിഷമതകളും നിങ്ങളെ ബാധിക്കുന്നുണ്ട് എന്നുള്ളതാണ്. പല കുറ്റപ്പെടുത്തലുകളും പരിഹാസങ്ങളും ജീവിതത്തിൽ വളരെയധികം അനുഭവിച്ച് പോരുന്നവരാണ് നിങ്ങൾ എന്നതും വാസ്തവമാണ്. കടബാധ്യതകൾ നിങ്ങളെ വളരെയധികം വേട്ടയാടുന്ന സാഹചര്യമുണ്ട്. രോഗദുരിതങ്ങൾ നിങ്ങളുടെ ജീവിതവുമായി ബന്ധപ്പെട്ട് ഉണ്ട് എന്നത് വാസ്തവമാണ്. ഈശ്വരാനുഗ്രഹവുമായി ബന്ധപ്പെട്ട് നോക്കുമ്പോൾ പലപ്പോഴും പല കാര്യങ്ങളിലും നിങ്ങൾക്കത് അനുഭവഭേദ്യമാകുന്നു എന്നുള്ളതാണ്. നിങ്ങളെ വേദനിപ്പിച്ച വ്യക്തികളുമായി ബന്ധപ്പെട്ട് നോക്കുമ്പോൾ ഈ സമയം അവർ വളരെയധികം സന്തോഷത്തോടെ അല്ലെങ്കിൽ അത്തരത്തിൽ ജീവിക്കുന്നത് കാണുന്നതായ ഒരു സാഹചര്യമുണ്ട് എന്നുള്ളതാണ്. എന്നാൽ അവരും ഇപ്രകാരം വളരെയധികം അഭിനയിച്ച് ജീവിക്കുന്നതായ സാഹചര്യമുണ്ട് എന്നുള്ളത് വാസ്തവമാണ്. പല കാര്യങ്ങളിലും നിങ്ങൾ അഭിനയിക്കുന്നതായ സാഹചര്യമുണ്ട്. മനസ്സിലെ വിഷമതകൾ പലപ്പോഴും പുറമേ കാണിക്കുവാൻ താല്പര്യപ്പെടാത്ത വ്യക്തികളായി നിങ്ങൾ മാറുന്നു എന്നത് വാസ്തവം തന്നെയാണ്. ഈ സമയം ചില കാര്യങ്ങൾ ഭഗവാൻ നിങ്ങൾക്ക് വേണ്ടി, നിങ്ങൾ വിശ്വസിക്കുന്ന ശക്തി നിങ്ങൾക്ക് വേണ്ടി തീർച്ചയായും കണ്ടിരിക്കുന്നു എന്നുള്ളതാണ് വാസ്തവം. ഈ സമയം ഒരുപാട് കാര്യങ്ങൾ നേടിയെടുക്കുവാൻ നിങ്ങൾക്ക് സാധിച്ചു എന്ന് വരാം. ജോലി ഭാഗ്യം പോലും, ജോലിയുമായി ബന്ധപ്പെട്ട് അനുകൂല സാഹചര്യം പോലും കാത്തിരിക്കുന്ന ഒരു സാഹചര്യമുണ്ട്. ഏറ്റവും സന്തോഷകരമായ അവസ്ഥയിലൂടെ കടന്നു പോകുവാനുള്ള സാധ്യതകൾ വളരെ കൂടുതലാണ് എന്ന് പറയാം. ജീവിതത്തിൽ ഒരുപാട് പ്രയാസങ്ങളും വിഷമതകളും അനുഭവിക്കുന്ന വ്യക്തികളായി തന്നെ നിങ്ങളെ പരാമർശിക്കും. എങ്കിലും നിങ്ങളുടെ ജീവിതത്തിലെ ആ ഭാരങ്ങളെ തരണം ചെയ്ത് മുന്നോട്ട് പോകണം എന്ന് നിങ്ങൾ ആഗ്രഹിക്കുന്നുണ്ട്. ഈ സമയം നിങ്ങളുടെ ജീവിതത്തിലുള്ള പരാതികളോ പരിഭവങ്ങളോ അത്തരം വിഷമകരമായ സാഹചര്യങ്ങളാണ് എങ്കിലും അത് മാറുവാനുള്ള കഠിനമായ പ്രവൃത്തികൾ നിങ്ങൾ ചെയ്യുകയാണ് എങ്കിൽ അത് തീർച്ചയായും നിങ്ങൾക്ക് അനുകൂലമായി തീരും എന്നുള്ളതാണ്. ജീവിതത്തിൽ അനുഭവിച്ചു പോരുന്ന പ്രതിസന്ധികൾ അതിനെ മറികടന്ന് മുന്നോട്ട് പോകുവാൻ സാധിക്കും. ഈ സമയം ഒരു പുതിയ ജീവിതം തന്നെ നിങ്ങൾക്ക് വേണ്ടി കാത്തിരിക്കുന്നു എന്നതാണ് വാസ്തവം. നിങ്ങളുടെ ജീവിതവുമായി ബന്ധപ്പെട്ട് പല വിധത്തിലും നിങ്ങൾക്ക് ഒരു മാറ്റം അനുഭവഭേദ്യമാകാം. പല കാര്യങ്ങളെക്കുറിച്ചും കൃത്യമായി ചിന്തിക്കുവാൻ സാധിക്കും. പല കാര്യങ്ങളും സത്യമായിരുന്നു എന്ന് ബോധ്യപ്പെടുന്ന സാഹചര്യം ഉണ്ടാകാം എന്നുള്ളതാണ്. പല അനുഭവങ്ങളും ഈ സമയം നിങ്ങളുടെ ജീവിതത്തിലേക്ക് വന്നു ചേരാം. പല കാര്യങ്ങളും പ്രാവർത്തികമാകുന്ന സാഹചര്യങ്ങൾ ഈ സമയം രൂപപ്പെടാം എന്നതും വാസ്തവം തന്നെയാണ്. പല കാര്യങ്ങളുമായി ബന്ധപ്പെട്ടും പലരും നിങ്ങളെ ഒറ്റപ്പെടുത്തിയിരിക്കുന്നതായ സാഹചര്യമുണ്ട്. പലരും നിങ്ങളെ ഒറ്റപ്പെടുത്തി തന്നെയാണ് മുന്നോട്ട് പോകുന്നത്. പലരിൽ നിന്നും നിങ്ങൾക്ക് എന്താണോ അർഹമായ ആ പരിഗണന അത് ലഭിക്കാത്തതായ സാഹചര്യമുണ്ട് എന്നുള്ളതാണ്.
ഈ സമയം നിങ്ങളുടെ ജീവിതവുമായി ബന്ധപ്പെട്ട് നോക്കുമ്പോൾ പല കാര്യങ്ങളിലും നിങ്ങൾക്ക് അപ്രതീക്ഷിതമായ ചില ഗുണാനുഭവങ്ങളോ അല്ലെങ്കിൽ ചില തിരിച്ചറിവുകളോ വന്നു ചേരാം. ചില കാര്യങ്ങൾ സത്യമായിരുന്നു എന്ന് നിങ്ങൾക്ക് ബോധ്യപ്പെടുന്ന ഒരു സാഹചര്യം ഇവിടെ രൂപപ്പെടാം എന്നുള്ളതാണ്. പല കാര്യങ്ങളും നിങ്ങൾ ആഗ്രഹിക്കുന്നു എങ്കിലും അതിൽ പലതും ഭാരപ്പെട്ടതാണ് എന്ന ചിന്ത നിങ്ങളിലുണ്ട്. അതിനാൽ തന്നെ പലപ്പോഴും നിങ്ങൾക്ക് വിഷമതകളുണ്ട് എങ്കിലും അത്തരം കാര്യങ്ങളെ തരണം ചെയ്യുവാൻ ചിലപ്പോൾ സാധിക്കുന്നില്ല എന്നുള്ളതാണ്. ഈ സമയം ജീവിതം മാറുവാനായുള്ള നിങ്ങളുടെ കഠിനമായ പരിശ്രമങ്ങളെ ഫലം കാണുന്ന ഒരു സാഹചര്യത്തിലേക്ക് അത് നിങ്ങൾക്ക് എത്തിക്കുവാൻ സാധിക്കും എന്നുള്ളതാണ്. നിത്യമായ പരിശ്രമങ്ങളിലൂടെ അത് സാധ്യമാകാം എന്നുള്ളതാണ്. ആഗ്രഹങ്ങൾ, പ്രതീക്ഷകൾ നിങ്ങളുടെ ജീവിതവുമായി ബന്ധപ്പെട്ട് സംഭവിക്കുന്ന ഒരു സാഹചര്യം രൂപപ്പെടും എന്നുള്ളതാണ്. കൂടാതെ നിങ്ങൾ മനസ്സിലാക്കേണ്ടതായ കാര്യം, മനോഹരമായി തന്നെ ചില കാര്യങ്ങളെ ജീവിതത്തിൽ അവതരിപ്പിക്കുവാൻ നിങ്ങൾക്ക് സാധിക്കും. ഈ സമയം നിങ്ങളുടെ ജീവിതത്തിൽ നന്മകൾ, ചില വ്യക്തികൾ, നിങ്ങൾ ആഗ്രഹിക്കുന്ന ചില കാര്യങ്ങളോ അല്ലെങ്കിൽ ചില ഗുണാനുഭവങ്ങളോ ചില വ്യക്തികൾ തട്ടിയെടുക്കുവാനുള്ള ശ്രമങ്ങൾ നടത്തി എന്ന് വരാം. നിങ്ങൾക്ക് അർഹതപ്പെട്ടതായ കാര്യങ്ങൾ നിങ്ങളിൽ നിന്നും അകന്നു പോകുവാൻ ഇവർ പരിശ്രമിച്ചു എന്ന് വരാം. ഈ സമയം നിങ്ങളുടെ ജീവിതത്തിൽ തീർച്ചയായും ഉണ്ടായിരിക്കുന്ന ശത്രുദോഷത്തെ നിങ്ങൾ മറികടന്ന് മുന്നോട്ട് പോകേണ്ടത് അനിവാര്യമാണ് എന്ന കാര്യം പ്രത്യേകം ഓർക്കുക. ഈ സമയം നിങ്ങളുടെ മനസ്സിനെ തളർത്തുന്ന വിധത്തിൽ ചില വ്യക്തികൾ പെരുമാറുവാനുള്ള സാധ്യത വളരെ കൂടുതലാണ്. കുറച്ച് ദിവസങ്ങളായി മനസ്സിന് വല്ലാതെ ഒരു സങ്കടമോ ചില ചിന്തകളോ ആകുലതകളോ കടന്നു വന്നിരിക്കുന്നതായ ഒരു സാഹചര്യമുണ്ട് എന്നത് വാസ്തവം തന്നെയാണ്. പല കാര്യങ്ങളിലും മനസ്സ് വല്ലാതെ ഭയപ്പെടുകയോ വിഷമങ്ങൾ നിറയുകയോ ചെയ്തിരിക്കുന്ന ഒരു സാഹചര്യമുണ്ട്. ഇത് മാറണം എന്ന് നിങ്ങൾ വളരെയധികം ആഗ്രഹിക്കുന്ന ഒരു സാഹചര്യവുമുണ്ട്. എന്നാൽ പല ഉത്തരവാദിത്തങ്ങളും ഏറ്റെടുക്കുവാൻ നിങ്ങൾക്ക് സാധിക്കുന്നില്ല. പലപ്പോഴും നിങ്ങൾ പല കാര്യങ്ങളിലും അവസാനം പലരും ഒപ്പം ഉണ്ടായിട്ട് പോലും അവസാനം നിങ്ങൾ ഒറ്റപ്പെട്ടു പോകുന്ന ഒരു സാഹചര്യമാണ് ജീവിതത്തിൽ ഉള്ളത് എന്നതാണ് വാസ്തവം. അതിനാൽ തന്നെ ഇത്തരം കാര്യങ്ങളിൽ ഒരു പ്രയാസം അനുഭവപ്പെടുന്നത് പോലെ തന്നെ ആരെ വിശ്വസിക്കണം, ആരെ വിശ്വസിക്കേണ്ടതായിട്ടില്ല, ഇതിനെക്കുറിച്ച് പോലും ആശയക്കുഴപ്പങ്ങൾ നിങ്ങൾക്ക് നേരിടുന്നു എന്നുള്ളതാണ്. തീർച്ചയായും ഈ സമയം ശ്രദ്ധയോടെ തന്നെ നിങ്ങൾ മുന്നോട്ട് നീങ്ങുക.